യാത്ര എന്നും നമുക്കൊരു ഹരമാണ്. കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ അത് മനസ്സിന് സന്തോഷം നൽകുന്നു എന്നതിലുപരി പഠിക്കുവാനും മറ്റു കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കുവാനുമെല്ലാം പറ്റിയ ഒരു അവസരം കൂടിയാണ്. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ പോക്ക് ആലപ്പുഴയ്ക്കാണ്. പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായതിനാൽ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. രാവിലെ 6 മണിക്ക് പള്ളിയിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 7:30 ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ആലപ്പുഴയെ ലക്ഷ്യമാക്കി നീങ്ങി. പോയ വഴി വൈക്കം വഴി പോകാമെന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ വൈക്കം വഴി നേരെ ആലപ്പുഴയിലേക്ക്. ഹൈവേയിൽ പണി നടക്കുന്നതിനാലും ആ വഴി പോയി കഴിഞ്ഞാൽ സമയത്ത് എത്തുന്നില്ല എന്ന് ഉറപ്പുള്ളതിനാലുമാണ് നമ്മൾ വൈക്കം വഴിയുള്ള വഴി തിരഞ്ഞെടുത്തത്. ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപത്തോടുള്ള യാത്ര ആദ്യമായിട്ടാണ് കുടുംബവുമൊത്ത് ഞാൻ നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ വൈക്കം ജെട്ടി ലക്ഷ്യമാക്കി നീങ്ങി. ഭക്തരുടെ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്കവിടെ കാണാമായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ പതിവിലധികം തിരക്കുമുണ്ടായിരുന്നു. അങ്ങനെ ആരകുന്നത്തു നിന്നും ഞങ്ങൾ ഏകദേശം 30 കിലോമീറ്ററുകൾ താണ്ടി വൈക്കം ജെട്ടിയുടെ സമീപത്തെത്തി. വൈക്കത്തു നിന്നും നേരെ ജങ്കാർ കയറി അടുത്ത തവണക്കടവിലേക്ക്. ജങ്കാർ യാത്രയ്ക്ക് കാറിന് 75 രൂപയും ആളൊന്നിക്ക് 6 രൂപയുമാണ് നിരക്ക്. അങ്ങനെ ഞങ്ങളുടെ വാഹനം ജങ്കാറിനകത്ത് ലോഡ് ചെയ്തു. സാധാരണഗതിയിൽ നല്ല തിരക്കാണ് ഈ ജങ്കാറിൽ അനുഭവപ്പെടുന്നത്. ഇന്നെന്തോ ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല, തിരക്ക് വളരെ കുറവായിരുന്നു. നമ്മുടെ യാത്ര വേമ്പനാട്ട് കായലിലൂടെയാണ്. വേമ്പനാട്ട് കായലിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകൾ വ്യാപിച്ചു കിടക്കുന്നു. ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ കായലാണ് വേമ്പനാട്ട് കായൽ. ജങ്കാറിലൂടെയുള്ള യാത്രയാണെങ്കിലും മനസ്സിന് പ്രത്യേക ഫീൽ തരുന്ന ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങളുടെ ജലയാത്ര ലക്ഷ്യസ്ഥാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അനന്തമായി കിടക്കുന്ന നമ്മുടെ ഈ ജലസ്രോതസ്സുകൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിന് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജെട്ടുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണവും ലാഭം, എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സമയവും ലാഭം. ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ വരുന്നത് എന്തുകൊണ്ടും നമ്മുടെ യാത്രക്കാർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ്. വാട്ടർ മെട്രോ പദ്ധതികളെക്കാളൊക്കെ വളരെ രസകരമായി തോന്നുന്ന ഒരു യാത്രയായിരുന്നു അത്. കാരണം എല്ലാ ആളുകളും സാധാരണ രീതിയിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തോടൊപ്പം തന്നെ ഒത്തിരി വാഹനങ്ങളും ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം അടുക്കി ഒന്ന് വളരെ ലൈനായിട്ട് തന്നെ ഇതിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. കായലിലൂടെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ജങ്കാറിലെ ആളുകളെല്ലാം പുറത്തേക്ക് വരിക. അപ്പോൾ തന്നെ നമുക്ക് ഈ കായലിൻ്റെ തീരങ്ങളെക്കുറിച്ചും അവിടെ നിന്ന് പോകാൻ പറ്റുന്ന വഴികളെക്കുറിച്ചും എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരുന്ന വഴികളെക്കുറിച്ചും അവിടെയുള്ള ആളുകളെല്ലാം നമുക്ക് ഒരു ഐഡിയ തരിക. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ യാത്രയെ ഈസി ആക്കുന്നതിനും ലക്ഷ്യസ്ഥാനങ്ങളിൽ പോയി തിരിച്ച് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നതിനും വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നു. അങ്ങനെ ഒരു അടിപൊളി യാത്ര വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു. ഈ യാത്ര നമുക്ക് വളരെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അനുഭവം തന്നെയാണ് നൽകിയത്. കൂടാതെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ട് കാണുന്നതിനും നമുക്കൊരു സന്ദർഭം ലഭിച്ചു. ഇവിടെ ജങ്കാറുകളും യാത്രാ ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട്. യാത്രാ ബോട്ടുകളാണ് യാത്രക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്.